ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. കന്യാകുമാരിയിലോട്ട് പോകാനാണ് പ്ലാൻ. ക്യാമറ കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? പേരെന്താ ചേട്ടാ? മനീഷ്. ചേട്ടൻ പറയണ നാട് വിട്ട് പോകണം. കാരണം പ്ലാനില്ലാതെ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ നാട് വിട്ട് പോകണം എന്നാണ് പറയണത്. ഞാനെന്തോ ആ വണ്ടിയിൽ നിന്നാണ് വന്നത്. പുള്ളി എന്താ മനോജ് എന്നാണ് പേര്. എന്നെ ഇവിടെ നാഷണൽ ഹൈവേ NH വഴി പോകാൻ വേണ്ടി എന്നെ പിടിച്ച് ഇതുവരെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പം ഇവിടെ ഇതൊക്കെ എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണ് പറയണതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ഇവിടെ നിന്ന് വല്ല ലിഫ്റ്റും എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിടാ, നോക്കണം. ഈ വണ്ടി ഞാൻ വന്നതാണ് ലിഫ്റ്റ് അടിച്ച്. വണ്ടിയെ ഓയിലല്ല പെട്രോൾ ഭയങ്കര ലീക്ക്. അങ്ങനെ ഇപ്പൊ ഇവിടെ ആ ചേട്ടൻ എന്താ അവിടെ നിന്ന് ആരെയൊക്കെ വിളിക്കുന്നു. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വേറെ എങ്ങനെ വണ്ടി ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയാണ് നല്ലത്. നല്ല വെയിലുണ്ട്. സമയം ഇപ്പം എത്ര 12:45. ആ ഒരു ചേട്ടൻ വീണ്ടും ആ വണ്ടി എടുത്തോണ്ട് വന്നു. പിന്നെ എനിക്കാണ്ട് നാരങ്ങ വെള്ളമൊക്കെ തന്നു. അയ്യോ വീഴും. നാരങ്ങ വെള്ളമൊക്കെ തന്നു. ഇനി ആ ചേട്ടൻ വേറെ വഴിക്ക് പോയി. ഞാൻ ഇവിടെ ഇറങ്ങി ഇപ്പം നടക്കുന്നു. ഇനി എനിക്ക് വേറെ കഴിഞ്ഞ് അടുത്ത ലിഫ്റ്റ് അടിച്ച് പോകണം. ഞാനിപ്പോൾ പാറശാലയിൽ കുറച്ച് നടക്കുന്നു. ഭയങ്കര വെയിൽ, സഹിക്കാൻ വയ്യ. നല്ല വെയിലുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടി നടക്കണം. കാരണം ഇവിടെ ക്യാമറ ഉണ്ട്. അപ്പം ബൈക്കിനൊന്നും ലിഫ്റ്റ് കിട്ടൂല. കുറച്ച് നടന്ന ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ എങ്ങാനും പോയി നിൽക്കാം. ഇത് ബോർഡറാണ്. ഇതാണ് ബോർഡർ. ഇവിടെ നിന്ന് ക്രോസ് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കളിക്കുള്ള മാർക്കറ്റ്. ഇവിടെ നടക്കാം. എൻ്റെ നല്ല ഹീറ്റ് കയറുന്നുണ്ട്. കാരണം റോഡിൽ നിന്ന് ഇപ്പോൾ കാല് പൊള്ളുന്ന പോലെ. ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കും. ഇപ്പം നടക്കുവാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട്. കുറേ നേരത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വണ്ടി കിട്ടിയത്. സമയം 48 കഴിഞ്ഞു. അപ്പം 48 കഴിഞ്ഞ അതിൽ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ വേറെ എവിടെയോ സ്ഥലത്ത് നിൽക്കുന്നതാണ്. ഇവിടെ ഒരു ചേട്ടൻ, ഇപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്ന ചേട്ടൻ എനിക്കിപ്പോൾ ഫുഡ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി ഇവിടെ എന്തോ ആയുർവേദത്തിൻ്റെ എന്തോ ഇതാണ് വർക്ക് ചെയ്യുന്നത്. പാവം ചേട്ടൻ, നല്ലതായിരിക്കും. ഞാൻ തന്നെയല്ല. എനിക്കിപ്പോൾ ഫുഡ് ഒന്നുമില്ല. ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ രണ്ട് ലിഫ്റ്റ് കിട്ടി. അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ നേരെ ഇപ്പം വേറൊരു വഴി കൂടെ പോവുകയാണ്. എന്തോ റെയിൽവേ സ്റ്റേഷൻ എന്തോ ഉള്ള അവിടെ നിന്ന് ഇനി മെയിൻ റോഡിലോട്ട് പോകണം. പിന്നെ ആ ചേട്ടനോട് സംസാരിച്ച പുള്ളി ആക്ച്വലി എന്താ ഗേ ആണ്. രണ്ട് ഗേ കപ്പിളാണ് അവിടെ നിൽക്കുന്നത് സ്റ്റാഫായിട്ട്. പുള്ളി ഇരുന്ന് സംസാരിച്ച് എനിക്കത് കേട്ടപ്പോൾ എന്താണ് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി അറിയാം എന്നുള്ളതിലായിരുന്നു. ഓക്കെ എന്നുള്ളത്. പിന്നെ തിരിച്ചിപ്പം പോകുന്നു. ഇവിടെ ഇപ്പം ഈ റോഡിൽ ഇപ്പം അങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്തോ കണ്ടെയാണ്. അതപ്പത്തിയ നോർത്തിലൊക്കെ ഉള്ള പോലത്തെ എന്താ പരിപാടിയാണ്. മറ്റേ ടെമ്പിളാണ്.
അവസാനം കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഒരു പൈസ ചെലവില്ലാതെ 0 ബാലൻസിലാണ് ചെല്ലുന്നത്. ഈ ഒരു വഴി ഞാൻ ഇതിപ്പോ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി ഇതിപ്പോ കെട്ടിയതാണോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പൊ വരുന്നത്. ഇത് തന്നെയാണോ വഴിയെന്ന് എനിക്ക് പറഞ്ഞില്ല. മുമ്പത്തെ വഴിയൊന്നും ഇതൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ നടന്നു. പക്ഷെ പൊന്നു അന്യായ വെയില്. ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങണം. എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല, മറന്നുപോയി. പറ്റല്ല, കണല് വേറെ. എനിക്ക് തോന്നുന്നത് ഇതോ അതൊക്കെ കണ്ടില്ലേ, ആ വരുന്ന വഴിയാണ് ഞങ്ങൾ മുമ്പ് വന്നുകൊണ്ടിരുന്നത്. ഇതാണ് തോന്നുന്നു മെയിൻ വഴി. കാണാൻ മെയിൻ എന്താ ആർച്ച് ഇതൊക്കെ ഉള്ളത്. തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു മെയിൻ വഴി. ഓക്കെ, ഞാൻ കന്യാകുമാരി എല്ലാം കണ്ടു. ഇപ്പം ഞങ്ങളെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ക്ഷീണം കാരണം. ഒരു എന്താ ഇനിയൊന്നും കഴിച്ചില്ല, വിശക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് നടക്കാനുണ്ട്. ഞാൻ ഇനി തിരിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടന്ന് എല്ലാവരും. ഞാനിപ്പോൾ പറയുമ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യാൻ പൈസ ഇല്ല, സമയമില്ല എന്ന് പറയുന്നവരടുത്താണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇത്രയും ദൂരം വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവായിട്ടില്ല. ഞാൻ ഹിറ്റ് ചെക്കിങ് ചെയ്താണ് വന്നത്. വരുന്ന വഴിക്ക് നല്ല ആൾക്കാരെ കാണാം, മീറ്റ് ചെയ്യാം, അവർക്ക് ഫുഡ് ഓഫർ ചെയ്യും, ഫുഡ് കഴിക്കാം. പൈസ ഇല്ല, സമയമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നിടത്തൊക്കെ അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. നിങ്ങൾ ഇറങ്ങുക. ഇത്രയും ദൂരം എനിക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യും, അവർ മനസ്സ് വെച്ച് ഇറങ്ങും. കന്യാകുമാരിയിലുള്ള ഏതോ ക്രിസ്ത്യൻ ചർച്ചാണ്, അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞാനവിടെ കന്യാകുമാരി എത്തി. അവിടെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ കുറച്ചിങ്ങനെ നടക്കുന്നു. വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പിന്നെ ഞാൻ ഇപ്പം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ ആകെ ഒരു 63 രൂപ ചിലവ്. അതായത് ഞാൻ നൈറ്റിന് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി ഞാൻ ബ്രെഡും ജാമും മേടിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ 63. ഇപ്പം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ചിലവായത്. ഇനി നോക്കണം. ഇനി ഇരുട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ പെട്രോൾ പമ്പ് എന്തെങ്കിലുമൊക്കെ കണ്ടിരുന്നെങ്കിൽ അവിടെ എങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്യാം. ടെൻ്റ് അടിച്ചു അല്ല, അങ്ങനെയിപ്പോൾ നടക്കുവാണ്. ഈ ഒരു റോഡ് നേരെ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. പോണ വഴിയിൽ ഇങ്ങനെ സ്ഥലം കണ്ട് പോകാന്നുള്ളതിൽ എന്തുവാ ഇതുണ്ടോ. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അവിടെ എന്തോ ബിൽഡിങ് എന്തോ പണിയുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഇതില്ലാതെ നടക്കുവാണ്, ചുമ്മാ നടത്തുകയാണ് ഇപ്പം. അങ്ങനെ നേരെ തിരുവനന്തപുരത്തോട്ട് പോകാനാണ് പ്ലാൻ. ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ഈ റോഡ് അങ്ങ് നീണ്ടു കിടക്കുവാണ്, അങ്ങ് വരെ നടക്കേണ്ടി വരും. അയ്യോ, എനിക്ക് ഒരു ഇതില്ലാതെ നടക്കുവാണ്. ഞാൻ ഇപ്പം നേരെ തിരുവനന്തപുരത്തോട്ടാണ് പോകണം. ഇപ്പം ഇരുട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും പെട്രോൾ പമ്പ് കിട്ടിയാൽ കൊള്ളാം. അതാണിപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കളിയിക്കുള്ള ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് ഇനി തിരിച്ച് നാട്ടിൽ പോകണം. നാട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം നാളെ ഇനി കട തുറക്കണം. അതുകൊണ്ട് ഇപ്പം നേരത്തെ ബസ്സിൽ കയറി പോകാമെന്ന് വിചാരിച്ചു. ഈ മാമനാണ് എന്നെ ബസ് കയറാൻ വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ KSRTC ബസ്സിൽ അത്ര ആൾക്കാർ, എനിക്ക് ബാഗും കൊണ്ട് കയറാൻ പാടാം. അത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്.